ഹായ് ഫ്രണ്ട്സ്, പതിവ് പോലെ ജോലിയൊക്കെ കഴിഞ്ഞ് നേരം ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മ അരിയൊക്കെ അരച്ച് കലക്കി വെക്കാനായിട്ട് നോക്കുകയാണ് നാളേക്കുള്ളത്. അപ്പോൾ ഞാൻ വരുമ്പോൾ പപ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ആവി കയറ്റാനായിട്ട് ഇഡ്ഡലി ചെമ്പിൽ വെച്ചു. പിന്നെ അനിയൻ ബീഫൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നിട്ട് ആൾ തന്നെ അതൊക്കെ ഒന്ന് വരട്ടി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നാളികേരക്കൊത്തൊക്കെ ഇട്ടിട്ട് അമ്മ സീരിയൽ കണ്ടിട്ടാണ് അമ്മ അടുക്കളയിൽ പണികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് തിരുവാതിരയായിരുന്നു. അപ്പോൾ അമ്മ കൂവൊന്നും കുറുക്കിയില്ല ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു എനിക്ക് വയ്യ, നീ വേണമെങ്കിൽ കുറുക്കിക്കോ എന്ന് പറഞ്ഞിട്ട് ശർക്കരയും കൂവപ്പൊടിയൊക്കെ എടുത്ത് തന്നു. അപ്പോൾ ഞാൻ വേഗം ശർക്കര ഒന്ന് വെറുതെ ഒന്ന് നമ്മൾ ഇടിക്കണവരില്ല, അതിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്ത് വന്നിട്ട് ഞാൻ കൂവപ്പൊടിയൊക്കെ കലക്കി സെറ്റാക്കി. പക്ഷേ എനിക്ക് അത്ര അറിയൊന്നുമില്ല. അമ്മ പറഞ്ഞു നന്നായിട്ട് വെള്ളം ഒഴിച്ചോളോ, എന്നാലാണ്, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കട്ടി പിടിക്കുന്നു. അപ്പോൾ ഞാൻ വേറെ വലിയ ഡവറൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചീഞ്ചട്ടിയിൽ തന്നെ വെച്ചു. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ പള്ളി പെരുന്നാളാണ്. അപ്പോൾ വാവിച്ചിയും അവരുടെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് പെരുന്നാളിന് പോകാനായിട്ട് നോക്കുമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സ്കൂൾ തുറന്നിട്ടില്ലല്ലോ, സ്കൂൾ തുറക്കണ വരെ എൻ്റെ വീട്ടിൽ നിൽക്കും. ഞായറാഴ്ച 2 പേരെയും കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ വേഗം അമ്മ പറഞ്ഞു ഇറച്ചി വെച്ചിട്ട് അടുപ്പിൽ തീയുണ്ട്, അപ്പോൾ അടുപ്പിൽ വെച്ചാൽ മതി, ഇന്ന് ഗ്യാസുമ്മ വെക്കണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ തീയൊക്കെ അമ്മ തന്നെ എനിക്ക് ഒന്ന് പിടിപ്പിച്ച് സെറ്റാക്കി തന്നു. എന്നിട്ട് ഞാൻ കൂവയൊക്കെ അടുപ്പത്ത് കുറുക്കാനായിട്ട് വെച്ചു. അപ്പോൾ നിങ്ങൾ ഇതുപോലെയാണോ ചെയ്യാന്ന് വെച്ചാൽ കമൻറ്റിലൂടെ പറയണം. എനിക്കറിയൊന്നുമില്ല, അറിയണ പോലെ തന്നെ ഞാൻ ചെയ്തു. അമ്മ പറഞ്ഞു ഇങ്ങനെ മതി, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ കല്ലുള്ള ശർക്കരയൊന്നല്ല, ഉരുക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കൈ വിടാണ്ട് ഇളക്കിയെടുക്കുന്നുണ്ട്, എന്താണെന്ന് വെച്ചാൽ അടി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ തീയെ ഒരുവിധം കുറുകി വന്നപ്പോൾ ഞാൻ തീയൊക്കെ കുറച്ചിട്ടു. എന്നിട്ട് നന്നായിട്ട് ഇതാണ് നല്ല കൂവയാണെങ്കിൽ ഇതുപോലെ ഇരിക്കും. നല്ല ഇങ്ങനെ എന്താ പറയുക, നല്ലൊരു ഭംഗി ഉണ്ടാവും കൂവ കാണാനായിട്ട്. എന്നിട്ട് അമ്മ എനിക്കിതൊക്കെ പൊടിച്ച് തന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഏലക്കായൊക്കെ അമ്മ പൊടിച്ച് തന്നു. പിന്നെ നാളികേരം ചിരകി തന്നു. അപ്പോൾ നാളികേരം അമ്മ ചിരകിയില്ല, മണിക്കുട്ടൻ ചിരകി തന്നു. അപ്പോൾ ഞാനത് അതിലിട്ടു. അമ്മയ്ക്ക് നാളികേരം ഒന്ന് ഇരുന്ന് ചിരകാൻ വയ്യ, മണിക്കുട്ടനും അച്ഛനൊക്കെയാണ് ചിരകി കൊടുക്കുക. അപ്പം അങ്ങനെ കുറുക്കിയതൊക്കെ ആയി വന്നപ്പോഴേക്കും വാവച്ചി പോകാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വേഗം വാവച്ചിക്ക് ഒരു പാത്രത്തിലെടുത്ത് കൊടുത്തു. അപ്പോൾ വാവച്ചി പോണ കാരണം റോക്കി പിണങ്ങിയിട്ട് കിടക്കുകയാണ്. അവൾ പെരുന്നാളിന് പോവല്ലേ. അപ്പോൾ പിന്നെ ഇന്ന് പടക്കമൊക്കെ പൊട്ടി എൻ്റെ ചെറിയൊരു പേടിയുണ്ട്. അപ്പം അങ്ങനെ അവനോടൊക്കെ യാത്രയൊക്കെ പറഞ്ഞിട്ട് അവൾ പോയി. അപ്പോഴേക്കും ബിജാഷേട്ടൻ വന്നു പണി കഴിഞ്ഞിട്ട്. ബിജാഷേട്ടൻ നേരെ എന്നെ കൊണ്ടുപോകാൻ വന്നതാണ്. അപ്പോഴേക്കും കൂവയൊക്കെ കുറുക്കിയത് ബിജാഷേട്ടന് കൊടുത്ത് അമ്മയ്ക്ക് ടാറ്റയൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾ നേരെ പോവുകയാണ്. പോകുമ്പോഴാണ് പകുതി വഴിയിലെത്തിയപ്പോൾ ബിജാഷേട്ടനോട് പറഞ്ഞത്, ഞാൻ പറഞ്ഞു നാളെ ഗുലുസ് പോകുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ നമുക്ക് ഗുലുസൂനെ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് അധികമല്ലേ ചേച്ചിയുടെ വീട്ടിലേക്ക്. അപ്പോൾ പോണ വഴിക്ക് അവിടെ പൂമല പള്ളി പെരുന്നാളും ഉണ്ട്. അപ്പോൾ അതും ഞങ്ങളൊന്ന് വെറുതെ റോട്ട് കൂടെ പോകുമ്പോൾ അങ്ങനെ കണ്ടു. അപ്പോൾ അങ്ങനെ നേരെ ഞങ്ങൾ ഒരു 8:30 ആയിട്ടുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ അങ്ങനെ ചേച്ചിയുടെ വീട്ടിലേക്ക് എത്തി. അപ്പോൾ ചേട്ടൻ ഉണ്ടായിരുന്നില്ല, ചേട്ടൻ ടൂറ് പോയിരിക്കുകയായിരുന്നു മൈസൂർക്ക്. അമ്മൂസ് ജോലി കഴിഞ്ഞ് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, പുറത്താരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബെല്ലടിച്ചപ്പോൾ അവർ ജനലേ കൂടെയൊക്കെ നോക്കി ആരാന്ന്. അപ്പോൾ ഞങ്ങളാന്ന് മനസ്സിലായപ്പോൾ വേഗം പുറത്തേക്കൊക്കെ വന്നു. ഗുലുസ് ഞങ്ങളതിൻ്റെ തലേ ദിവസം വരെ കണ്ടതാണ്. പക്ഷേ ഇത് നാണം കൊണ്ടാണ് തോന്നുന്നുണ്ട് മോറിങ്ങനെ പിടിച്ചിരിക്കണത്. പിന്നെ മേമി വന്നപ്പോൾ മേമി വന്ന വശം എടുത്തില്ല എന്നാണ് പറഞ്ഞത്. അത് കാരണം ചെറിയൊരു കിണുക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോരുമ്പോഴേക്കും കുറച്ച് നേരം തന്നെ നിന്നുള്ളൂ, ഒന്ന് കാണാനായിട്ട് പോയതാണ്. കുറച്ച് നേരമൊക്കെ നിന്നു, ടാറ്റയൊക്കെ കൊടുത്ത്